കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി. ഇവൾ ഓട്ടംതുള്ളലാണ്, എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അതറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസൊക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ്, നിയാസ് അസാധ്യ, ബാബുബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരനാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിലെ 3-4 പേരുണ്ട്, എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ട് വരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ, അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ളൂ. നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്ത് പറ്റി കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോൾ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? അതെ. നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ കേട്ടാ. നീ ആരെ കൂടിയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ, മനസ്സിലായ? നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്, മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്നാ ആണോടി? നീ എന്നെ പറഞ്ഞ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക. അപ്പം ഞാൻ നിൻ്റെ പുറകെ വരാം കേട്ടാ. നീ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കളിക്കാനായിട്ട്. നീ ഒന്ന് കളിച്ചേ. നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിയണത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത്. തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിൻ്റെ വിചാരം? നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പോൾ കളി കാണണം. എൻ്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തിൽ കേട്ടാ. നീ പറഞ്ഞില്ല ആരെ കൂടി എൻ്റെ അടുത്ത് കളിക്കാനായിട്ട്? നീ പറഞ്ഞ ആൾ പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത? എന്താ സംശയമുണ്ടോ നിനക്ക്? നിൻ്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കും, ഞാൻ വന്ന് കളിക്കാം. നീ എന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ? നിൻ്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? അതിനാണ് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്. എന്താ അറിയാം, ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത്. ഞാൻ അങ്ങനെയാണ്. എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. നീ അതാണോ ചെയ്തേ? നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്കിട്ടങ്ങ് പൂശി. അപ്പം എനിക്കും ഈ പള്ളിയും കുരിശും കുടയും കൊട്ടും വാദ്യമൊക്കെ എൻ്റെ വീടിൻ്റെ നടയിൽ കൂടി പോകും കേട്ടാ. നീ അത് വിചാരിച്ചോ? നീ വിചാരിച്ചോ നിൻ്റെ നടയിൽ കൂടെ മാത്രമേ പോകുള്ളൂ എന്നാ? എനിക്കൊരു അവസരം കിട്ടും, ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് കഞ്ഞുടിച്ചും എല്ലാവരും പറയും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരുണ്ട്. ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കുറേ എണ്ണങ്ങൾ ആണും പെണ്ണുമായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട്. ഞാൻ എൻ്റെ അന്തസ്സായിട്ടൊരു തൊഴിലുണ്ട്. എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത്? പക്ഷേ ഞാൻ തുടങ്ങിയത് എന്താ പറയുക, നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്ന്? അപ്പോൾ കളിക്കാൻ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത്. എൻ്റെ തൊഴിലിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഞാൻ ഡാൻസിനെ കുറിച്ചോ എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടാ. തുള്ളിക്കൊണ്ട് നടന്നാൽ പോരാ മറിമായത്തിൽ. നീ വലിയ ആർട്ടിസ്റ്റാണെന്നാണ് നിൻ്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാവരും ഒക്കണോടി കേട്ടാ. അത് നീ ആദ്യം പഠിച്ചോ. ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താണോ നിനക്കില്ലാത്ത? നിൻ്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണമാണ്, അഭിനയിച്ചുകൊണ്ടിറങ്ങണം. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം. വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെ എന്ത് ഉർവശി ശാരദാന്ന് ആരും വിളിക്കാത്ത? വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ, അവരെ പേര് നിനക്ക് ഇടട്ടെ ഞാൻ. എന്നാൽ പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ്, നിൻ്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തിൽ. നിനക്ക് പറ്റിയ പേര് തന്നെ, നിൻ്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് ഇട്ടേക്കണം. അവർ നിൻ്റെ കൂടെയുള്ളവർ നിനക്ക് ഇട്ടേക്കണ പേര് കേട്ടാ. എന്നെ പറഞ്ഞതിൻ്റെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നിൻ്റെ ഭർത്താവിനെ ശരിക്കിട്ട് കിട്ടിയ. ഇപ്പം നിൻ്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല. കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടാ. അതിനടി കിട്ടിയത് നിനക്ക് കേട്ടല്ലോ. ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി, ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ. ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇടും, അപ്പം ഞാൻ അതിൻ്റെ പുറകെ വരാം. ഓക്കെ, ശരി.